എല്ലാവർക്കും നമസ്കാരം. UAE-യിലെ മലയാളികൾക്കിടയിൽ ചർച്ച് സ്ട്രീറ്റ് എന്നറിയപ്പെടുന്ന റാസൽ ഖൈമയിലെ അൽ ജസീറ അൽ ഹംറ പ്രദേശത്താണ് നമ്മൾ ഇപ്പോൾ. പണ്ട് കാലത്ത് ഈ പ്രദേശം റെഡ് ഐലൻഡ് അഥവാ ചുവന്ന ദ്വീപ് എന്നറിയപ്പെട്ടിരുന്നു. വിദേശ രാജ്യങ്ങളിൽ നിന്നും മറ്റും എത്തുന്ന പ്രവാസികൾക്ക് തങ്ങളുടെ വിശ്വാസം മുറുകെ പിടിക്കാനും പ്രാർത്ഥനകൾ നടത്താനുമുള്ള ഒരു പ്രധാന കേന്ദ്രമായി ഈ സ്ട്രീറ്റ് മാറി. മറ്റ് എമിറേറ്റ്സിൽ നിന്ന് വ്യത്യസ്തമായി വലിയൊരു ക്രൈസ്തവ സമൂഹത്തിന് ആരാധന നടത്താനായി അന്നത്തെ ഭരണാധികാരികൾ ഭൂമി അനുവദിച്ച് നൽകിയതിലൂടെയാണ് ഈ ദേവാലയ സമുച്ചയം ഇവിടെ രൂപപ്പെട്ടത്. ഇന്ന് നമ്മുടെ യാത്ര UAE-യിലെ ഏറ്റവും വലിയ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഒന്നായ സെയിൻറ്റ് ആൻ്റണി ഓഫ് പാദുവ കത്തോലിക്ക പള്ളിയിലേക്കാണ്. 1976 ഏപ്രിൽ 9 റാസൽ ഖൈമ ഹോട്ടലിലെ ഒരു സ്റ്റാഫ് റൂമിൽ വെറും 8 പേരുമായി ഒരു സൂട്ട് കേസ് ആൾക്കാരെയാക്കി ആദ്യമായി വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടാണ് ഈ ദേവാലയത്തിൻ്റെ ചരിത്രം ആരംഭിക്കുന്നത്. അന്നത്തെ വികാരിയായിരുന്ന ഫാദർ യൂസിബിയസ് ഡാവോരിയുടെ നിർദ്ദേശപ്രകാരം വിശ്വാസികൾ പരിശുദ്ധ അമ്മയുടെ മെഡലുകൾ മണ്ണിൽ കുഴിച്ചിടുകയും അതിലൊന്ന് പിന്നീട് പണിതുയർത്ത പള്ളിയുടെ തറക്കല്ലിനടിയിൽ സ്ഥാപിക്കുകയും ചെയ്തു. ഇന്ന് UAE-യിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നായ സെയിൻറ്റ് ആൻ്റണി ഓഫ് പാദുവ ചർച്ച് വളരെയധികം വികസിക്കുകയും മലയാളം ഉൾപ്പെടെ വിവിധ ഭാഷകളിൽ പതിവായി പ്രാർത്ഥനകളും വിശുദ്ധ കുർബാനകളും നടത്തുകയും ചെയ്യുന്നുണ്ട്. പാദുവായിലെ വിശുദ്ധ അന്തോനീസിൻ്റെ കൈകളിൽ ഉണ്ണീശോയെ കാണുന്നതിന് പിന്നിൽ ഒരു അത്ഭുത ദർശനത്തിൻ്റെ ചരിത്രമുണ്ട്. 1231 വിശുദ്ധ അന്തോനീസ് കടുത്ത രോഗബാധിതനായിരിക്കെ ഇറ്റലിയിലെ ഒരു ചെറിയ ആശ്രമത്തിൽ വിശ്രമിക്കുകയായിരുന്നു. ഒരു രാത്രി അദ്ദേഹത്തിൻ്റെ സുഹൃത്തും അഭ്യുദയകാംക്ഷിയുമായ കൗണ്ട് ടിസോ അന്തോനീസിൻ്റെ മുറിയിൽ അതിശയകരമായ ഒരു ദിവ്യപ്രകാശം കണ്ടു. പ്രകാശത്തിൻ്റെ ഉറവിടം തേടി മുറിയിലേക്ക് കടന്നു ചെന്ന അദ്ദേഹം അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് കണ്ടത്. അതിരറ്റ സൗന്ദര്യമുള്ള ഉണ്ണി ഈശോവിനെ വാരിപ്പുണർന്ന് അതീവ ഭക്തിയോടെ സ്നേഹിക്കുന്ന വിശുദ്ധ അന്തോനീസിനെയാണ് അദ്ദേഹം കണ്ടത്. ഉണ്ണി യേശുവും വിശുദ്ധ അന്തോനീസും തമ്മിൽ സ്നേഹത്തോടെ സംസാരിക്കുന്നതിൽ നിന്നും ആ ദിവ്യദർശനത്തിൽ നിന്നും അത് സാക്ഷാൽ യേശു ക്രിസ്തുവാണെന്ന് കൗണ്ട് ടിസോ തിരിച്ചറിഞ്ഞു. ആരും ഈ സംഭവം ആരോടും പറയരുതെന്ന് വിശുദ്ധ അന്തോനീസ് കൗണ്ട് ടിസോയോട് അഭ്യർത്ഥിച്ചു. വിശുദ്ധൻ്റെ മരണശേഷമാണ് കൗണ്ട് ടിസോ ഈ അത്ഭുത ദർശനത്തെക്കുറിച്ച് പുറം ലോകത്തോട് വെളിപ്പെടുത്തിയത്. അന്നു മുതൽ ഉണ്ണി യേശുവിനെ കൈയിലേന്തി നിൽക്കുന്ന രീതിയിലാണ് വിശുദ്ധ അന്തോനീസിനെ ചിത്രീകരിക്കുകയും രൂപങ്ങൾ നിർമ്മിക്കുകയും ചെയ്യുന്നത്. വിശുദ്ധൻ്റെ പ്രാർത്ഥനയുടെയും ദൈവവുമായുള്ള ആഴമായ ബന്ധത്തിൻ്റെയും പ്രതീകമാണ് ഈ രൂപം. കത്തോലിക്ക വികാരിയേറ്റിൻ്റെ ബിഷപ്പ് പൗലോ മാർട്ടിനെല്ലി ആശീർവദിച്ച് വിശ്വാസികൾക്കായി സമർപ്പിച്ച ഈ പുതിയ ഔട്ട്ഡോർ ഗ്യാതറിംഗ് ഏരിയയും ഓപ്പൺ സ്റ്റേജും വിശ്വാസികൾക്ക് ഒത്തുചേരാനും പ്രാർത്ഥനകൾ പങ്കുവയ്ക്കാനും വിവിധ സാംസ്കാരിക പരിപാടികൾ നടത്താനും ഒരുമിച്ച് മുന്നോട്ടു പോകാനുമുള്ള ഒരു വേദിയായിട്ടാണ് ഇത് രൂപകൽപ്പന ചെയ്തത്. ചുരുക്കത്തിൽ റാസൽ ഖൈമ സെയിൻറ്റ് ആൻ്റണീസ് പള്ളിയിലെ ഓപ്പൺ സ്റ്റേജ് എന്നത് കേവലം ഒരു സിമൻ്റ് ഘടനയല്ല, മറിച്ച് നാടും വീടും വിട്ട് മണലാരണ്യത്തിൽ കഴിയുന്ന മലയാളി പ്രവാസികൾക്ക് തങ്ങളുടെ വിശ്വാസവും സംസ്കാരവും ഒരുമിച്ച് ആഘോഷിക്കാനുള്ള ഒരു വലിയ കൂട്ടായ്മയുടെ പ്രതീകവുമാണ്. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ 800-ാം ചരമവാർഷികത്തിനോടനുബന്ധിച്ചാണ് ഈ പ്രതിമ ഇവിടെ സ്ഥാപിച്ചത്. ഇതിൻ്റെ ഭാഗമായി വിശുദ്ധ അന്തോനീസ് വിശുദ്ധ ഫ്രാൻസിസിൻ്റെ കാൽപ്പാടുകളിൽ എന്ന പേരിൽ ഒരു തീർത്ഥാടന പാതയും ഇവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടുത്തെ മാതാവിൻ്റെ ഗ്രോട്ടോ വളരെ ഭംഗിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പള്ളിയുടെ നിർമ്മാണ വേളയിൽ തന്നെ വിശ്വാസികൾക്ക് പുറത്തിരുന്ന് പ്രാർത്ഥിക്കാനായി ഈ ഔട്ട്ഡോർ ഗ്രോട്ടോ ഒരുക്കിയത്.
പള്ളിയുടെ ഉൾഭാഗം പരമ്പരാഗത കത്തോലിക്ക വാസ്തുവിദ്യാ ശൈലിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. വിശാലമായ ഇരിപ്പിടങ്ങളും ആധുനിക സാങ്കേതിക വിദ്യകളും കൊണ്ട് മനോഹരമായി സജ്ജീകരിച്ചിരിക്കുന്ന ഈ പള്ളിയുടെ ഉൾഭാഗം ശാന്തവും പ്രാർത്ഥനാപൂർണവുമായ ഒരു അന്തരീക്ഷം പ്രദാനം ചെയ്യുന്നു. വലിയ കമാനങ്ങളും ശക്തമായ തൂണുകളും പ്രാർത്ഥനാ ഹാളിന് വലിയൊരു ഗാംഭീര്യം നൽകുന്നു. പള്ളിയുടെ പ്രധാന കവാടങ്ങളിലും ഇരുവശങ്ങളിലും അതിമനോഹരമായ കൊത്തുപണികളോട് കൂടിയ തടിവാതിലുകളാണ് സ്ഥാപിച്ചിരിക്കുന്നത്. മരുഭൂമിയിലെ അത്ഭുതമെന്ന് വിശേഷിക്കപ്പെടുന്ന ഈ വലിയ ദേവാലയത്തിൻ്റെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് മേൽക്കൂരയിൽ നിന്ന് അൾത്താരയ്ക്ക് മുകളിലായി വായുവിൽ ഉയർന്നു നിൽക്കുന്ന രീതിയിൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഈ വലിയ കുരിശുപള്ളിയുടെ ഉൾഭാഗം. രൂപകൽപ്പന ചെയ്തപ്പോൾ വിശ്വാസികളുടെ ശ്രദ്ധ പൂർണ്ണമായും ദൈവത്തിലേക്ക് തിരിക്കുന്നതിനായിട്ടാണ് അൾത്താരയ്ക്ക് മുകളിൽ വലിയൊരു ക്രൂശിത രൂപം വായുവിൽ തൂങ്ങിക്കിടക്കുന്ന രീതിയിൽ സ്ഥാപിച്ചത്. പള്ളിയുടെ പ്രധാന അൾത്താരയോട് ചേർന്നുള്ള ടാബർനാക്കിൾ കത്തോലിക്ക വിശ്വാസത്തിൽ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു. ഈ പള്ളിയുടെ ടാബർനാക്കിൾ ലാമ്പിൻ്റെ സിംഹാസനം അഥവാ ത്രോൺ ഓഫ് ദ ലാംബ് എന്നാണ് അറിയപ്പെടുന്നത്. ടാബർനാക്കിളിന് ചുറ്റും 12 ശിഷ്യന്മാരുടെ ചിത്രങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. കൂടാതെ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിൻ്റെ രൂപവും ടാബർനാക്കിളിൻ്റെ മധ്യഭാഗത്ത് യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കുന്ന പുരാതന ഗ്രീക്ക് അക്ഷരമായ ICTHUS, അതായത് മത്സ്യം, ആലേഖനം ചെയ്തിരിക്കുന്നു. ഇതിനോട് ചേർന്നുള്ള മെഴുകുതിരി കാലുകളിൽ ഈശോ, മറിയം, യൗസേപ്പ് എന്നിവരുടെ രൂപങ്ങൾ കൊത്തിവച്ചിരിക്കുന്നത് തിരുക്കുടുംബത്തെ അനുസ്മരിപ്പിക്കുന്നു. 2013 ജൂണിൽ പുതിയ പള്ളി കൂദാശ ചെയ്ത സമയത്താണ് പ്രധാന അൾത്താരയുടെ ഇരുവശങ്ങളിലുമുള്ള മനോഹരമായ മൊസൈക്കിൽ തീർത്ത വിശുദ്ധ അന്തോനീസിൻ്റെയും പരിശുദ്ധ മാതാവിൻ്റെയും രൂപങ്ങൾ ഇരുവശവും സ്ഥാപിക്കപ്പെട്ടത്. മാർബിൾ പ്രതലത്തിൽ അതിസൂക്ഷ്മമായ മൊസൈക്ക് ചില്ലുകൾ ഉപയോഗിച്ച് മനോഹരമാക്കിയ ഈ ചിത്രങ്ങൾ, തിളങ്ങുന്ന ഈ മൊസൈക്ക് അലങ്കാരങ്ങൾ അൾത്താരയുടെ പവിത്രതയും ഭംഗിയും വർദ്ധിപ്പിക്കുന്നു. ഇവിടുത്തെ 14 കുരിശിൻ്റെ വഴിത്താരകൾ യേശുവിൻ്റെ പീഡാനുഭവത്തെ മനോഹരമായി ചിത്രീകരിക്കുന്നു. നോമ്പുകാല വിശ്വാസത്തിൻ്റെ കേന്ദ്രമായ അവൻ്റെ ശിക്ഷാവിധിയിൽ നിന്ന് ശവസംസ്കാരത്തിലേക്കുള്ള യാത്രയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ധ്യാനമായി ഓരോ മരചിത്രവും വർത്തിക്കുന്നു. AD 52 ഭാരതത്തിലെത്തിയ തോമാസ് ശ്ലീഹായിൽ നിന്നാണ് കേരളത്തിലെ ക്രൈസ്തവ സഭ ആരംഭിക്കുന്നത്. ഈ പാരമ്പര്യത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് മാർത്തോമ കുരിശ്. ഈ മനോഹരമായ മാർ തോമാസ് ശ്ലീഹ അഥവാ മാർ തോമാസ് ശ്ലീഹയുടെ കുരിശ് ഭാരതത്തിലെ ക്രൈസ്തവ പൈതൃകത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഇന്ന് പുലർച്ചെ മുതൽ വലിയൊരു ഉണർവുണ്ടായിരുന്നു. ഇന്ത്യയിലേക്ക് സുവിശേഷ വെളിച്ചം കൊണ്ടുവന്ന വിശുദ്ധ തോമാസ് ശ്ലീഹയുടെ ഓർമ്മ ദിവസം, അതായത് ദുഃഖ്രാന തിരുനാൾ. മരുഭൂമിയിലെ പ്രവാസികൾക്കിടയിലും നാട്ടിലെ പള്ളികളിലെ ഓർമ്മകളുമായി മലയാളികൾ ഒത്തുകൂടിയ ദിവസമായിരുന്നു ഇന്ന്. വൈകുന്നേരമായതോടെ സെയിൻറ്റ് ആൻ്റണി ഓഫ് പാഡുവ കാത്തലിക് ചർച്ച് അങ്കണം വർണ്ണാഭമായി. മാസ് ടൈംസ് അനുസരിച്ച് മലയാളത്തിൽ നടന്ന പ്രത്യേക വിശുദ്ധ കുർബാനയിൽ വൈദികർ തോമാസ് ശ്ലീഹയുടെ വിശ്വാസ ദൃഢതയെക്കുറിച്ച് ഓർമ്മിപ്പിച്ചു. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന തോമാസ് ശ്ലീഹയുടെ വാക്കുകൾ ഓരോ വിശ്വാസിയുടെയും ഉള്ളിൽ ആത്മവിശ്വാസം നിറച്ചു. ദിവ്യബലിക്ക് ശേഷം നടന്ന പ്രദക്ഷിണം ആത്മീയതയുടെ പാരമ്യമായി മാറി. മുത്തുക്കുടയും പിടിച്ച് പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ എന്ന ഗാനങ്ങൾ പാടി എല്ലാവരും പള്ളി അങ്കണത്തെ ഒരു സ്വർഗീയ ഗ്രാമമാക്കി മാറ്റി. പരസ്പരം ആശംസകൾ നേർന്നും പ്രാർത്ഥനകൾ പങ്കുവെച്ചും ഓരോ മലയാളിയും ഒരു വലിയ കുടുംബത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിഞ്ഞു. റാസൽ ഖൈമ ചർച്ചിലെ ചരിത്ര പശ്ചാത്തലങ്ങളിൽ അനുസ്മരിക്കപ്പെടുന്ന ഒന്നാണ്
വിശുദ്ധ സെയിൻറ്റ് ആൻ്റണിയുടെ പ്രശസ്തമായ അത്ഭുതങ്ങൾ. ഒരിക്കൽ റീമിനി എന്ന സ്ഥലത്തെ അവിശ്വാസികൾ അദ്ദേഹത്തിൻ്റെ വചനം കേൾക്കാൻ വിസമ്മതിച്ചപ്പോൾ അദ്ദേഹം കടൽ തീരത്ത് പോയി മത്സ്യങ്ങളോട് സുവിശേഷം പ്രസംഗിച്ചുവെന്നും അപ്പോൾ ആയിരക്കണക്കിന് മത്സ്യങ്ങൾ തലപൊക്കി അദ്ദേഹത്തിൻ്റെ വചനം കേൾക്കാൻ എത്തിയെന്നുമാണ് ചരിത്രം. പുതിയ വിശേഷങ്ങളുമായി ഇനിയും വരും വരേക്കും എല്ലാവർക്കും നന്ദി.